ട്യൂലിപ്സ് കാണുന്നത് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ നെതർലാൻഡ്സ് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മ്യൂണിക്കിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നാൽ മതി. കണ്ടോ, ഒരുപാട് ട്യൂലിപ്പ് വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഒന്ന് വന്ന് കണ്ടു നോക്ക്. ഞാൻ എന്തായാലും നിങ്ങളെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ഒരുപാട് വെറൈറ്റി ഓഫ് ട്യൂലിപ്സ് ഉണ്ട് കേട്ടോ. ബേസിക്കലി ഒരു ട്യൂലിപ്പ് ഫീൽഡിൽ പോയിട്ട് ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ട്യൂലിപ്സ് കാണും, അങ്ങനെയല്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഇവർ ഭയങ്കര ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വൈൻ റെഡ് കളറായിട്ടുള്ളത്. പിന്നെ ട്യൂലിപ്സ് മാത്രമല്ല, മാഗ്നോളിയാസ് ഉണ്ട്, ലൈലാക്സ് ഉണ്ട്, അങ്ങനെ വലിയ ട്രീസും ഉണ്ട്, ചെറിയ ട്രീസും ഉണ്ട്, ചെറിയ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു അടിപൊളി ലൊക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ഓരോ 2 വീക്സിലും ഇവിടെ വരുമ്പം ഡിഫറെൻറ്റ് വ്യൂസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്കും ഓൾറെഡി മാഗ്നോളിയാസ് ഒക്കെ വിരിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബ്യൂട്ടിയും ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ട്യൂലിപ്സും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി ലൊക്കേഷനാണ്. 5.5 യൂറോയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. പക്ഷേ നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര വർത്തിയായിട്ട് ഞാൻ പറയത്തുള്ളൂ. ഇത് മാത്രമല്ല, അവർക്ക് ഒരുപാട് ട്രീസൊക്കെയുള്ള വളരെ തണലൊക്കെയുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യണം. ഈ ബ്യൂട്ടി ആക്ച്വലി മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ അവർക്ക് ഗ്രീൻ ഹൗസസ് ഉണ്ട്, അതൊക്കെ ഞാൻ വേറെ വീഡിയോസിലിടാം. അതിൽ ഭയങ്കരമായിട്ടുള്ള മരുഭൂമിയിലെ ടൈപ്പ് ചെടികൾ, നമ്മുടെ നാട്ടിലെ കുറേ ടൈപ്പ് ചെടികൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ ആക്ച്വലി ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പം ഇഫ് പോസിബിൾ ഗോ ആൻഡ് എക്സ്പ്ലോർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻ മ്യൂണിക്. ഓൾഡ് അല്ല, ന്യൂ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഓൾഡ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.